ഹായ് ഓൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് കെയർ പ്ലാൻ ആണ്. ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പേഷ്യന്റ് റൈറ്റ്സ് ആണ്. കെയർ പ്ലാൻ ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് കെയർ പ്ലാൻ എഴുതേണ്ടി വരത്തില്ല. അത് നഴ്സുമാരാണ് യൂഷ്വലി എഴുതുന്നത്. എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കെയർ പ്ലാൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത്. പേഷ്യന്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അവകാശങ്ങളാണ്. അപ്പം പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പോളിസീസിനെ കുറിച്ചാണ് നമ്മൾ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ പേഷ്യന്റ് റൈറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേഷ്യന്റ് റൈറ്റ് ആണ് റൈറ്റ് ടു ആക്സസ് ടു കെയർ. അതായത് നല്ല കെയർ എന്ന് വെച്ചാൽ നല്ല കെയർ കൊടുക്കാന്ന് വെച്ചാൽ അവരുടെ ഏജോ അവരുടെ ഏത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ അവർ ഏത് ജാതിയിൽപ്പെട്ടതാണ്, ഒത്തിരി അവർക്ക് ഇൻകം ഉള്ള ആളാണോ കാശുള്ള ആളാണോ കാശില്ലാത്ത ആളാണോ എന്നൊന്നും നോക്കിയല്ല, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഓരോ പേഷ്യന്റിനും അതിനുള്ള അവകാശമുണ്ട്. നമുക്കറിയാം ചില ആൾക്കാർ VIP ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ലേ. അപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലുള്ള ട്രീറ്റ്മെന്റ് പേഷ്യന്റ് കെയർ നമ്മൾ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഒരു അവകാശമാണ്. പേഷ്യന്റ് ഒരിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരെ ഒരു തരത്തിലും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതായത് വിവേചിക്കാൻ പാടില്ല. അവർക്ക് എല്ലാവർക്കും ഒരുപോലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന റൈറ്റ് ടു റെസ്പെക്ട്, അതായത് അവരെ ബഹുമാനിക്കേണ്ടത്. ഇപ്പൊ പേഷ്യന്റിന് നമ്മൾ എല്ലാവർക്കും ഒരുപോലുള്ള റെസ്പെക്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബഹുമാനം അവരുടെ റിലീജിയനോ അല്ലെങ്കിൽ അവരുടെ പൈസയോ ഒന്നും നോക്കിയല്ല നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേഷ്യന്റിനോട് സംസാരിക്കുമ്പോഴും പൊളൈറ്റ്ലി നല്ല പൊളൈറ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് നല്ല രീതിയിൽ സംസാരിക്കും. അപ്പൊ അങ്ങനെയല്ല, എല്ലാവരോടും ഒരേ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് റൈറ്റ് ടു റെസ്പെക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന റൈറ്റ് ടു പ്രൈവസി, അതായത് പേഷ്യന്റിന്റെ സ്വകാര്യ കാര്യങ്ങൾക്കുള്ള അവകാശം. ഇപ്പം അവരുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവർക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ HIV പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ആണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ, അവരുടെ എന്ത് അസുഖമാണെന്ന് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് അവിടെ മെഡിക്കൽ ഹിസ്റ്ററി തികച്ചും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യമായ കാര്യമാണ്. അതൊരിക്കലും നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വേറൊരാളുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അൺലെസ് പേഷ്യന്റ് അപ്രൂവ് ചെയ്യാതെ. പേഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല, പറയുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ തികച്ചും ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കുക. ഒരിക്കലും മറ്റൊരാളുമായിട്ട് പേഷ്യന്റെ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു റെഫ്യൂസൽ ടു ട്രീറ്റ്മെന്റ്. അതായത് പേഷ്യന്റ് ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തിരസ്കരിക്കാനുള്ള അവകാശം. അതായത് അവർക്ക് ആ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ആ പേഷ്യന്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ട്രീറ്റ്മെന്റ് വേണ്ട, അങ്ങനെയുള്ള അവർക്ക് അത് നിരസിക്കാനുള്ള അവകാശം ഉണ്ട്. ഇപ്പൊ പേഷ്യന്റ് ഇപ്പൊ എക്സ്റേ നമ്മൾ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പേഷ്യന്റ് പറയാണ് എനിക്ക് CT സ്കാൻ ചെയ്യണ്ട, അവർക്ക് അതിന് ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ ആ ഒരു റൈറ്റിനെ നമ്മൾ ബഹുമാനിക്കണം. അത് നമ്മൾ തികച്ചും അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ പേഷ്യന്റ് ഡിസിഷൻ ആണ് നമ്മൾ ഉറപ്പായിട്ടും അംഗീകരിക്കേണ്ടത്. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റില്ല. പേഷ്യന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു കൺസെന്റ്. റൈറ്റ് ടു കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫോം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് പ്ലാനിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പം പേഷ്യന്റ് നമ്മുടെ എക്സ്റേ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, ഡോക്ടർ സജസ്റ്റ് ചെയ്ത് CT സ്കാൻ ആണ്, പേഷ്യന്റ് പക്ഷേ CT ചെയ്യണ്ട, അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എക്സ്റേ എടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് യൂഷ്വലി അത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ ഇൻഫോം ചെയ്യും, എങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടി ഇൻഫോം ചെയ്യണം ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം പേഷ്യന്റ് ഡിസിഷൻ ഇല്ലാതെ നമ്മൾ ഒരു തീരുമാനവും എടുക്കരുത്. പേഷ്യന്റ് അറിവോട് കൂടിയേ ട്രീറ്റ്മെന്റ് എടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് പേഷ്യന്റ് അത് അപ്രൂവ് ചെയ്യണം, എങ്കിലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റ് അത് സമ്മതിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അതാണ് റൈറ്റ് ടു കൺസെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു ട്രാൻസ്ഫർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അവിടുത്തെ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവിടുത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് പോകണം.
അപ്പോൾ അത് നമുക്ക് പേഷ്യന്റിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ദ ഹോസ്പിറ്റൽ ഷുഡ് ഫെസിലിറ്റേറ്റ് ഫോർ ദി ഷിഫ്റ്റ് ഓഫ് ദി പേഷ്യന്റ് ടു അനദർ ഹോസ്പിറ്റൽ. ദ ഹോസ്പിറ്റൽ ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ് അക്കോർഡിംഗ് ടു ദി കണ്ടീഷൻ ഓഫ് ദി പേഷ്യന്റ് ഫോർ ദി ട്രാൻസ്ഫറിംഗ് പ്രോസസ്സ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഷിഫ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ തന്നെ മുൻകൈ എടുക്കണം. എന്നിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം പേഷ്യന്റിന് അതിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യന്റിന് എന്തെങ്കിലും ഓക്സിജൻ വേണമെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യണം, ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യണം, നഴ്സുമാരെ അല്ലെങ്കിൽ GDS സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി. അത് പേഷ്യന്റിന്റെ അവകാശമാണ്. അപ്പം ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവിടെ ഈ നമ്മൾ കൊടുക്കുന്ന കെയർ കണ്ടിന്യൂ ചെയ്യാനുള്ള അവകാശം പേഷ്യന്റിന് ഉണ്ട്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആംബുലൻസ് വേണം. അപ്പൊ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അതിന് വേണ്ട കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. വെന്റിലേറ്റർ അല്ലെങ്കിൽ ചിലപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓക്സിജൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഡോക്ടേഴ്സ് നമ്മൾ ഒരു ഡോക്ടറിനെ അറേഞ്ച് ചെയ്ത് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദ പേഷ്യന്റ് ആൻഡ് എൻഷുർ ദാറ്റ് ദ പേഷ്യന്റ് ഈസ് കംഫർട്ടബിൾ ഡ്യൂറിംഗ് ദ പ്രോസസ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് വരുന്ന റൈറ്റ് ടു കംപ്ലൈന്റ്, അതായത് പരാതിപ്പെടാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. ഇപ്പൊ പേഷ്യന്റിന് നമ്മുടെ ബിഹേവിയർ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ബിഹേവ് ചെയ്യുന്നത് മോശമായിട്ടാണ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് ഒരു നമ്മൾ ഇപ്പൊ എന്തെങ്കിലും കെയർ കൊടുത്തു, ഇപ്പൊ എന്തെങ്കിലും വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ പേഷ്യന്റ് നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തു, പേഷ്യന്റ് അത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കൊടുത്ത വിധത്തിൽ നമ്മൾ ഇച്ചിരി റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്, അപ്പൊ അത് പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിന് അതിനെതിരായിട്ട് നമുക്കെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കിട്ടി, അങ്ങനെ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ അധികാരികൾ നമുക്കെതിരായിട്ട് ആക്ഷൻ എടുക്കും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, എക്സ്പ്ലനേഷൻ ലെറ്റർ ഒക്കെ എഴുതേണ്ടി വരും, ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് ഒരു കംപ്ലൈന്റ് വരത്തില്ലാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മോശം ഒരു ഇതാണല്ലോ, അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കെയർ വേണം പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടി, ഒരു കംപ്ലൈന്റ് വരത്തില്ലാത്ത രീതിയിൽ. അപ്പൊ നമ്മൾ കണ്ട പേഷ്യന്റ് റൈറ്റ്സ് ഏതൊക്കെയാണ്? 7 പേഷ്യന്റ് റൈറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ആക്സസ് ടു കെയർ, സെക്കൻഡ് വൺ റൈറ്റ് ടു റെസ്പെക്ട്, തേർഡ് വൺ റൈറ്റ് ടു പ്രൈവസി, ഫോർത്ത് വൺ റൈറ്റ് ടു റിഫ്യൂസൽ ടു ട്രീറ്റ്മെന്റ്, ഫിഫ്ത്ത് വൺ റൈറ്റ് ടു കൺസെന്റ്, സിക്സ്ത് വൺ റൈറ്റ് ടു ട്രാൻസ്ഫർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, സെവൻത് വൺ റൈറ്റ് ടു കംപ്ലൈന്റ്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് ആയിട്ടൊന്ന് എഴുതി വെക്കുക. പേഷ്യന്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ 7 പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ കെയർ പ്ലാൻ ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് 4-5 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു പേഷ്യന്റിന് കെയർ കൊടുക്കുമ്പോൾ നമ്മൾ ആ കെയറിനെ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ കെയർ കൊടുക്കേണ്ടത്, നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. അപ്പൊ അതാണ് അതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. അപ്പൊ അസസ്മെന്റിനകത്ത് നമുക്ക് വരുന്നത് പേഷ്യന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, പിന്നെ ഫിസിക്കൽ മാത്രമല്ല, ഫിസിയോളജിക്കൽ മാത്രമല്ല, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ, സ്പിരിച്വൽ, എക്കണോമിക്, ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിസിയോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പനിയായിട്ടായിരിക്കും വന്നത്. ഇപ്പൊ പനിയായിട്ട് വരുമ്പോൾ പേഷ്യന്റിനെ മെന്റലി അത് അഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഇപ്പൊ പനിയാണ്, ഇനി എത്ര ദിവസം എടുക്കും, കുറെ സ്ട്രെസ് ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ നമ്മൾ അസസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കെയർ പ്ലാൻ എഴുതുന്നത് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷിഫ്റ്റിനുള്ളിൽ 8 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യം അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ കെയർ പ്ലാൻ ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റലും ഡിഫറൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലും ഡിഫറൻസ് ആയിട്ടാണ്. ചിലർ കൈകൊണ്ട് എഴുതും, ചിലർ കമ്പ്യൂട്ടറിലാണ് അത് എഴുതുന്നത്. അത് ഓരോന്നും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ GDS സ്റ്റാഫിനെ സംബന്ധിച്ച് ഇത് എഴുതേണ്ടി വരത്തില്ല, ഇത് നഴ്സുമാരാണ് യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നതേ ഉള്ളൂ, എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് എന്തെങ്കിലും ഒരു കാലുവേദനയായിട്ട് വന്നു. അപ്പൊ ആ പെയിൻ പേഷ്യന്റിനെ കുറച്ച് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പേഷ്യന്റിന് ആൻസൈറ്റി, ഉത്കണ്ഠ കാണും, ഫുഡ് ശരിക്കും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും വേദന കാരണം. പിന്നെ ഫാമിലിയിലും പ്രശ്നങ്ങൾ കാണും. നമുക്കറിയാം, ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എക്കണോമിക്കലി അവര്
ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുവാണ് സ്റ്റെപ്പ് 2-ൽ വരുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന പ്ലാനിങ് ഇന്റർവെൻഷൻസ് ആണ്. അതായത് ഈ പ്രശ്നത്തിനൊക്കെ നമ്മൾ പരിഹാരം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്ലാനിങ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ ബെഡിലിരുത്തുവോ അല്ലെങ്കിൽ ചെയറിലിരുത്തുവോ, പേഷ്യന്റിന് ശരിക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുക, അല്ലെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇടവിട്ട് ഫുഡ് കൊടുക്കുക. അപ്പൊ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയ ഇടവേളകൾ നമ്മൾ ഫുഡ് കൊടുക്കുക. പിന്നെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് GDA നമ്മളെ സംബന്ധിച്ച് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പേഷ്യന്റിനെ നമ്മൾ നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യും ഈ ഒരു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് 4 ആണ് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഇപ്പൊ പ്രോബ്ലം ഒക്കെ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്, നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പേഷ്യന്റിനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. അപ്പൊ അതാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് പേഷ്യന്റിന്റെ ഹെൽത്തിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലേ അത് നടക്കാൻ പറ്റുള്ളൂ. അപ്പം അതായത് പേഷ്യന്റ് ഡിസ്ചാർജ് ആകുന്ന സമയം വരെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ വരുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഔട്ട്കംസ് ആണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് നമ്മൾ പേഷ്യന്റ് സ്റ്റാറ്റസ്, പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട്, നമ്മൾ കൊടുത്ത കെയർ അനുസരിച്ച് പേഷ്യന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഇവാലുവേഷനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ കണ്ട 5 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ അസസ്മെന്റ്, രണ്ടാമത്തേത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന് നമ്മൾ ഇന്റർവെൻഷൻസ്, അതിനെന്ത് പരിഹാരം എന്നൊക്കെ കണ്ടുപിടിച്ച് വെക്കുന്നു, എന്നിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നു. അതാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പേഷ്യന്റ് എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടായത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നിങ്ങളോട് ആരും ചോദിക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു കെയർ പ്ലാൻ ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ.